വൈകുന്നേരം വരെ സിമി ഗായത്രിയുടെ കൂടെ ഹോസ്റ്റലിലിരുന്നു. പനിയാണെങ്കിലും ഗായത്രിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അവളുടെ ജീവിതത്തിൽ ഇതാദ്യമായാണ് ഇത്രയും നേരം ഇത്രയധികം സമാധാനത്തോടെ ഇരിക്കുന്നത്. സിമി അവളുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ഉച്ചയ്ക്ക് മെസ്സിൽ നിന്ന് ഭക്ഷണം പ്ലേറ്റിലാക്കി റൂമിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. സിമിയുടെ പരിചരണവും സ്നേഹവും ഗായത്രിയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഗായത്രി ഉച്ചയ്ക്ക് ചോറ് ഒറ്റയ്ക്ക് കഴിക്കാൻ തുനിഞ്ഞെങ്കിലും സിമി സമ്മതിച്ചില്ല. സിമി കറി കുഴച്ച് ഉരുട്ടി അവൾക്ക് വാരിക്കൊടുത്തു. ആ ചോറുരുളകൾക്ക് ഒരുപാട് സ്വാദുണ്ടെന്ന് ഗായത്രിക്ക് തോന്നി. പതിവിലധികം അവൾ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ചോറ് കഴിച്ചതും സിമി 2 ആപ്പിൾ മുറിച്ച് ഗായത്രിയുടെ മുന്നിലെത്തി. അയ്യോ, എനിക്കിപ്പോൾ വേണ്ടായിരുന്നു, എൻ്റെ വയർ നിറഞ്ഞിരിക്കുകയാണ്, ഗായത്രി ആവലാതിപ്പെട്ടു. അത് സാരമില്ല, ഈ ആപ്പിൾ കഴിച്ചതുകൊണ്ട് വയർ പൊട്ടിപ്പോകുകയൊന്നുമില്ല, സിമി പറഞ്ഞു. അങ്ങനെ ആ ആപ്പിളും സിമി അവളെ കൊണ്ട് കഴിപ്പിച്ചു. ചില ബന്ധങ്ങൾ രക്തബന്ധങ്ങളെക്കാൾ ഹൃദയത്തോട് ചേർന്നവയാകാമെന്ന് ഗായത്രി ചിന്തിച്ചു. സിമി അവൾക്ക് അങ്ങനെ ഒരു ആളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ സിമി അവളെ അമർത്തി കെട്ടിപ്പിടിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പെണ്ണെ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, നിനക്ക് വേണ്ടി എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമാണ്. ഗായത്രി ഒന്നും പറയാതെ അവളുടെ തോളിൽ തല ചായ്ച്ചു. എന്നെ നീ പഠിത്തത്തിൽ എങ്ങനെയെല്ലാം സഹായിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ഒരു ബിലോ ആവറേജ് കുട്ടിയായ എന്നെ നീ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ നല്ല മാർക്കുകൾ കിട്ടുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയോ പിന്നിലായിപ്പോയേനെ. ഓ മതി മതി, ഗായത്രി അവളെ തടഞ്ഞു. എൻ്റെ തലയ്ക്കകത്ത് അത്രയ്ക്ക് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ലടി, പക്ഷെ നിൻ്റെ ബുദ്ധിയുണ്ടല്ലോ മോളെ, അതാണ് എൻ്റെ മുഴുവൻ പ്രതീക്ഷ. നീ ഒരുപാട് ഉയരങ്ങളിലെത്തും, വലിയൊരു പൊസിഷനിൽ ജോലി ചെയ്യും. അന്ന് നിൻ്റെ ഓഫീസിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തരണം കേട്ടോ. സിമിയുടെ ശബ്ദം പതിയെ ഇടറി. നീ എൻ്റെ കൂടെയുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഗായത്രി പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഞാൻ തോറ്റു തൊപ്പിയിട്ട് ഈ കോഴ്സ് നിർത്തി വീട്ടിൽ പോയേനെ. ഗായത്രി അവളുടെ കയ്യിൽ മൃദുവായി പിടിച്ചു. നമുക്ക് പഠിക്കാടി, അത്രയുള്ളൂ. ഞാനിപ്പോൾ ഹോസ്റ്റലിലല്ലേ, ഹോളിഡേയ്സിൽ നമുക്ക് ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി ചെയ്യാം. നിനക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരാം, അതുകൊണ്ട് നീ ഒന്നും പേടിക്കേണ്ട. ഗായത്രിയുടെ വാക്കുകൾ സിമിക്ക് വലിയൊരു ആശ്വാസമായി. സത്യമാണോ? അത് കേട്ടപ്പോൾ സിമിയുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു. തിരിച്ചു പോകാൻ തയ്യാറാകുന്നതിനിടെ ഗായത്രി സൂര്യൻ വാങ്ങിക്കൊടുത്തിരുന്ന കുറച്ച് ചോക്ലേറ്റുകൾ സിമിയുടെ ബാഗിലേക്ക് വെച്ചു കൊടുത്തു. സിമി ഒരു ചോക്ലേറ്റ് കൊതിച്ചിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും കഴിക്കാൻ പറ്റില്ല, ഗായത്രി പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ തന്നെ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് സിമി ഒരു ചോക്ലേറ്റ് പൊട്ടിച്ച് വായിലിട്ടു. സമയം 4:30 കഴിഞ്ഞിരുന്നു. ഇനി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങേണ്ട സമയമാണ്. ശരി, ഞാൻ പോകട്ടെ, സിമി പറഞ്ഞു. സൂക്ഷിച്ചു പോ. വാതിലിന് അടുത്തെത്തിയ സിമി തിരിഞ്ഞു നോക്കി. രാത്രി കഴിക്കേണ്ട മരുന്നുകളെപ്പറ്റി ഓർമ്മിപ്പിച്ചാണ് അവൾ മടങ്ങിയത്. സിമി പോയപ്പോൾ ഗായത്രിക്ക് ഒരു ശൂന്യത തോന്നി. തൻ്റെ ഒരേ ഒരു കൂട്ടുകാരിയാണ് നല്ല മനസ്സുള്ളവൾ. ഗായത്രി വീണ്ടും ബെഡിൽ കയറി കിടന്നു. പനി നന്നായി വിട്ടകന്നിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. ഇപ്പോൾ തന്നെ കരുതാൻ ആരൊക്കെയോ ചുറ്റുമുള്ളതുപോലെ. ഇതെല്ലാം തനിക്ക് തന്നത് സൂര്യൻ സർ ആണ്. ഗായത്രിയുടെ മനസ്സിൽ സൂര്യനെ ആദ്യം കണ്ടതു മുതൽ ഉള്ള ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. ഗൗരവക്കാരനാണെങ്കിലും ആ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. തന്നോട് ഇത്രയും കെയർ സർ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഇപ്പോൾ തന്നെ ഇത്രയധികം ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ വാങ്ങിക്കൊടുത്ത് വിട്ടത് തന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ? ഗായത്രിയുടെ മനസ്സ് സൂര്യൻ തന്നോട് കാണിക്കുന്ന പരിഗണനയെ ഓർത്ത് നിറഞ്ഞു. ശരിക്കും സൂര്യൻ സാറിന് തന്നോട് പ്രണയമുണ്ടോ? ആൾക്കങ്ങനെ ഉണ്ടെങ്കിൽ താൻ എന്താണ് പറയുക? താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? സാറിന് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ തൻ്റെ സാഹചര്യം കണ്ടതുകൊണ്ടുള്ള സഹതാപമാവാം. മനസ്സ് വീണ്ടും സൂര്യനെ ചുറ്റിക്കളിച്ചപ്പോൾ ഗായത്രി ചിന്തകളെ അകറ്റി ഉറങ്ങാൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൾ വീണ്ടും ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഗായത്രി എഴുന്നേറ്റപ്പോൾ 7:30 ആയിരുന്നു. അവൾക്ക് നന്നായി വിയർത്തതറിഞ്ഞു. പനി പൂർണ്ണമായും വിട്ടകന്നതുപോലെ അവൾക്ക് തോന്നി. നെറ്റിയിലെ വേദനയ്ക്കും കുറവുണ്ട്. ആകെ കൂടി ഒരു ഉന്മേഷം അവൾക്ക് ഫീൽ ചെയ്തു. അവൾക്ക് കുളിക്കണമെന്ന് തോന്നി. ഗീസറൊക്കെയുള്ള ബാത്റൂമാണ്. അവൾ ഹീറ്റർ ഓൺ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിച്ചു വന്നപ്പോൾ വല്ലാത്തൊരു സുഖം. അവൾ മെസ്സിൽ പോയി ഡിന്നർ കഴിച്ചു വന്നു. ചപ്പാത്തി ആയിരുന്നു. അവൾക്ക് വിശപ്പുണ്ടായിരുന്നില്ലെങ്കിലും ഒരു ചപ്പാത്തി അവൾ കഴിച്ചു. ഫോൺ എടുക്കാതെയാണ് അവൾ മെസ് ഹാളിലേക്ക് പോയത്. കഴിച്ചു കഴിഞ്ഞ് അവൾ റൂമിലെത്തിയപ്പോൾ ഫോൺ ബെൽ അടിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ സൂര്യനാണ്. അവളുടെ ഹൃദയം ഒന്ന് കുതിച്ചു. ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. വല്ലാത്തൊരു വെപ്രാളം അവളെ വന്നു മൂടി. നോക്കി നിൽക്കുമ്പോൾ തന്നെ ഫോൺ കട്ടായി. അവളുടെ മുഖം മങ്ങി. ഉടനെ തന്നെ അവൻ്റെ കോൾ വീണ്ടും വന്നു. ഗായത്രി ഉടനെ ഫോൺ എടുത്തു. ഹലോ. അവളുടെ പതുങ്ങിയ സ്വരം സൂര്യൻ കേട്ടു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മൊട്ടിട്ടു. ഗായത്രി, ആർ യു ഓക്കെ? ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ട് സർ. ഡിന്നർ കഴിച്ചോ? കഴിച്ചു. ഞാനിപ്പോൾ മെസ് ഹാളിൽ നിന്ന് വന്നതേ ഉള്ളൂ. സർ കഴിച്ചോ? ഇല്ലടോ, ഞാനിപ്പോൾ വീട്ടിൽ വന്ന് എത്തിയതേ ഉള്ളൂ. അമ്മ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഷീസ് ഓൺ ഹർ വേ. ടാബ്ലറ്റ്സ് കഴിച്ചോ? ഓക്കെ സർ. ഇല്ല സർ, ഫുഡ് കഴിച്ചിട്ട് കഴിക്കേണ്ട ടാബ്ലറ്റ്സ് ആണ്. ഞാനിപ്പോൾ കഴിച്ചു വന്നതല്ലേ ഉള്ളൂ. ഓക്കെ. സൂര്യൻ്റെ ഭാഗത്ത് നിശബ്ദതയായി. അവന് അവളെ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. താൻ എന്താണ് ഇങ്ങനെ? ഇത്രയ്ക്ക് മാത്രം തനിക്ക് ഈ കുട്ടിയോട് എന്താണ്? അവൻ ഉടനെ ഫോൺ കട്ട് ചെയ്തു. സോഫയിലേക്ക് അവൻ ചാരിയിരുന്നു, കണ്ണടച്ചു. നൗ ഷീസ് മൈ ലൈഫ്, അവൻ പകുതി തന്നോട് തന്നെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ താൻ അവൾക്കൊരു ഗാർഡിയൻ മാത്രമാവണം. അല്ലെങ്കിൽ അത് അവളുടെ പഠിത്തത്തെ ബാധിക്കും. അവൾ ചെറിയ കുട്ടിയാണ്. ഡൈവേർഷൻസ് വന്നാൽ അവൾക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. തൽക്കാലം താൻ അവളുടെ കലിപ്പൻ സർ ആയാൽ മതി. ഫോൺ കട്ടായതറിഞ്ഞ് ഗായത്രി വല്ലായ്മയോടെ ഫോണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കട്ടായിപ്പോയതായിരിക്കും. സാർ ഇപ്പോൾ വിളിക്കുമായിരിക്കുമോ എന്നൊക്കെ അവൾ വിചാരിച്ചു. അവൻ്റെ കോൾ വരാത്തത് കണ്ട് അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. സാറിനെ തിരിച്ചു വിളിച്ചാലോ? സാറിന് ദേഷ്യം വരുമോ? ഇനി വേറെ എന്തെങ്കിലും കോളിൽ ബിസി ആയിരിക്കുമോ? അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. എന്തിനെന്നറിയാതെ മിഴികൾ നിറഞ്ഞു. സാറിൻ്റെ കോൾ തന്നെ എത്രയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നു. ആ കരുതൽ വേണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഗായത്രിക്ക് മനസ്സിലായി. അവൾ വല്ലാതൊരു ധർമ്മസങ്കടത്തിലായി. അർഹിക്കാത്തതാണ് മനസ്സ് മോഹിക്കുന്നത്. ഇപ്പോൾ തനിക്ക് തന്നതെല്ലാം താൻ അർഹിക്കാത്തതാണ്. ഒടുക്കം താൻ നന്ദിയില്ലാത്തവൾ കൂടിയായിപ്പോകും. കണ്ണുകളിൽ മിഴിനീർ തൂവുന്നത് അവൾ അറിഞ്ഞു. എന്തിനാണ് ഇങ്ങനെ കരച്ചിൽ വരുന്നത്? സാർ വിളിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്താണ്? അവൾ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ സമയം സൂര്യനും വല്ലാതെ തോന്നി. അവളെ ഒന്ന് കണ്ടേ മതിയാവൂ. അവൻ ഉടനെ വീഡിയോ കോൾ ചെയ്തു. ചാടിപ്പിടിച്ച് ഗായത്രി ഫോൺ എടുക്കുകയും ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ അവളുടെ മുഖത്തൂടെ സൂര്യൻ്റെ കണ്ണുകൾ ഓടി നടന്നു. കുളിച്ചു കഴിഞ്ഞ്
അവൾ മുടിയൊക്കെ വിടർത്തിയിട്ടിരിക്കുകയാണ്. ഒരു മെറൂൺ കളർ ടോപ്പും പലാസോ പാൻറ്റുമാണ് വേഷം. സൂര്യൻ തന്നെ അങ്ങനെ നോക്കുന്നത് കണ്ട് ഗായത്രി ഒരു നിമിഷം വല്ലാതെയായി. സർ, അവൾ പതിയെ വിളിച്ചു. ഈ പനിയും വെച്ച് താൻ കുളിച്ചു? അവൻ്റെ ശബ്ദവും ഗൗരവത്തിലായി. സർ, താനിത് എന്ത് പണിയാണ് കാണിച്ചത്? എനിക്ക് പനി കുറഞ്ഞു സർ. ഈവനിങ് ആയപ്പോൾ വല്ലാതെ വിയർത്തു. അപ്പോൾ എനിക്ക് കുളിക്കണമെന്ന് തോന്നി. ഇപ്പോൾ എനിക്ക് നല്ല ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൂര്യൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ നിഷ്കളങ്കമായ വർത്തമാനം അവനുള്ളിൽ അവളോട് വാത്സല്യം നിറച്ചു. താൻ ഉറങ്ങാൻ പോവുകയാണോ? ഇല്ല സർ, അസൈൻമെൻറ്റ്സ് ചെയ്യാനുണ്ട്. ഓക്കെ, എന്നാൽ താൻ പഠിച്ചോളൂ. ഗുഡ് നൈറ്റ്. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. ഫോൺ വെച്ചു കഴിഞ്ഞ് ഗായത്രിയുടെ മനസ്സ് ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്നു നടന്നു. അവൾക്ക് മനസ്സിലായി, സൂര്യൻ സാറിൻ്റെ കരുതലിലും സ്നേഹവലയത്തിലും തൻ്റെ മനസ്സ് കുരുങ്ങിക്കിടക്കുകയാണെന്ന്. സൂര്യൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തൻ്റെ മനസ്സിലെ രാജകുമാരിയായി അവൾ മാറിയെന്ന് അവൻ മനസ്സിലാക്കി. പിറ്റേ ദിവസമായപ്പോഴേക്കും അവളുടെ പനി നല്ലവണ്ണം കുറഞ്ഞിരുന്നു. വളരെ ഉന്മേഷത്തോടെയാണ് അവൾ എഴുന്നേറ്റത്. ഈ സമയം സൂര്യൻ വളരെ ഗൗരവത്തോടെ ആരോടോ ഫോണിൽ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. സ്റ്റീഫൻ, 1 വർഷത്തേക്ക് അവൻ എഴുന്നേറ്റ് നടക്കരുത്. തല്ലി ഒടിച്ചേക്കണം കൈയും കാലുമൊക്കെ. സൂര്യനെ വേണ്ടപ്പെട്ടവരെ ദ്രോഹിച്ചാൽ കിട്ടുന്ന സമ്മാനം എന്താണെന്ന് അവൻ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കണം. മറുതലയ്ക്കൽ അത് ശരിവെക്കുന്ന കാര്യങ്ങൾ കേട്ടതും സൂര്യൻ്റെ മുഖത്ത് ക്രൗര്യം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. തുടരും. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.